നമസ്കാരം, ഗാലറി ഓഫ് നാച്ചുറിലേക്ക് സ്വാഗതം. ഞാൻ സുമേഷ് കോട്ടൂർ. നെയ്യാർ ഡാമിനുള്ളിൽ മീൻമുട്ടി ട്രക്കിങ്ങിലേക്ക് പോകുന്ന ബോട്ട് വന്ന് തീരുന്ന സ്ഥലത്ത് കൊമ്പൈക്കാണി എന്ന സ്ഥലത്താണ് നിൽക്കുന്നത്. ഈ ട്രക്കിങ്ങിനെ കുറിച്ചുള്ള വീഡിയോ നേരത്തെ ഒരുപാട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എൻ്റെ ചാനലിൽ തന്നെ ലോങ് വീഡിയോ ഇട്ടിട്ടുണ്ട്. പക്ഷേ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന വീഡിയോ ഈ കാണുന്ന അഗസ്ത്യ എന്ന ബോട്ടിനെ കുറിച്ചാണ്. സർവീസ് ബോട്ട് അഗസ്ത്യ എന്ന ബോട്ടാണ്. അഗസ്ത്യ ബോട്ടിനെ കുറിച്ചുള്ള വിശേഷങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഇദ്ദേഹമാണ് ഈ അഗസ്ത്യ ബോട്ടിന്റെ സാരഥി. ഇത് ലസ്കർ ആണ്. അബി എന്നാണ് പേര്, ബ്ലാവട്ടിക്കാരനാണ്. ബാക്കി വിശേഷങ്ങൾ അങ്ങോട്ട് പോകുന്ന വഴി കാണാം. നമ്മുടെ നെയ്യാർ ഡാമിന്റെ വനം വകുപ്പിന്റെ ജീവനാടി എന്ന് വേണമെങ്കിൽ പറയാം അഗസ്ത്യ ബോട്ട്. ഇതില്ലാതെ ഒരു കളിയും നെയ്യാർ ഡാമിലില്ല. അപ്പോൾ കയറാം. ബോട്ട് യാത്ര ചെയ്യുന്ന എല്ലാ യാത്രക്കാരും ലൈഫ് ജാക്കറ്റ് ഇട്ടുകൊണ്ട് മാത്രമേ യാത്ര ചെയ്യാൻ പാടുള്ളൂ. അതിൽ അവിടെ പരിചയമോ കാര്യങ്ങളോ ഒന്നും നോക്കണ്ട എന്നൊരു അഭ്യർത്ഥന കൂടിയാണ്. നമ്മുടെ അലക്സാണ്ടർ ഭായ് ഇവിടെ ഇരിപ്പുണ്ട്. ബാക്കി വിശേഷങ്ങൾ തൊട്ട് അപ്പുറത്തേക്ക് സംസാരിക്കുക അല്ലേ? അവിടെ ചെല്ലാൻ അവിടെ ചെന്നൊരു സമയമുണ്ട്. ഓക്കെ, പോവാം. ഇതിന്റെ ഡ്രൈവിംഗ് തുടങ്ങിയിട്ട് എത്ര കാലമായി? ഞാൻ ഇവിടെ വന്നിട്ട് 10 വർഷമായി. 10 വർഷം? 10 വർഷമായി. ഈ ബോട്ട് അതിന് മുമ്പുള്ളതാണ് അഗസ്ത്യ? 2010. 2010. 2008 ഇറങ്ങിയാണ്. 10 വർഷത്തിലാണ് തുടങ്ങിയത്. 2 ദിവസം ബിസിനസ് എല്ലാം കൂടെ കിട്ടാൻ വേണ്ടിയുള്ള അപ്പൊ 2015 തൊട്ട് ഇതിലോട്ട് കയറി. കൊമ്പൈക്കാണിയിൽ പോകുന്നത് 45 മിനിറ്റ്. 45 മിനിറ്റ് എടുക്കും. ഏകദേശം എത്ര കിലോമീറ്റർ വരും നമുക്ക് നെയ്യാർ ഡാമിൽ ഇവിടത്തേക്ക്? 9 കിലോമീറ്റർ. 9 കിലോമീറ്റർ. ഇവിടെ നിങ്ങൾ ഏറ്റവും ദൂരം പോകുന്ന ട്രിപ്പ് ഏതാണ്? 4 മണിക്കൂറിന്റെ. 4 മണിക്കൂർ? 4 മണിക്കൂർ. എവിടെയാ അത്? അത് വള്ളിയാറ് വരെ പോകും. വള്ളിയാറ്. ഇതിന് നെയ്യാറിന്റെ എൻഡ് തമിഴ്നാട് ബോർഡർ അല്ലേ? തമിഴ്നാട് ബോർഡർ അല്ല, നമ്മുടെ കേരളത്തിന്റെ തന്നെ. തമിഴ്നാടിന്റെ സൈഡ് ആയിട്ട് വള്ളിയാറ്. 4 മണിക്കൂർ. 4 മണിക്കൂർ. അപ്പൊ ഏകദേശം എത്ര കിലോമീറ്റർ വരും? നമ്മളെ ഇവിടെ അഗസ്ത്യ പാർക്ക്, കൊക്കടയില് ഡീറ്, കോട്ടൂര് ആന പാർക്ക് കണ്ടിട്ട് പിന്നെ ബാക്കി ബോട്ടിംഗ് ആണ്. ബോട്ടിംഗ് പാക്കേജ് ആയിട്ട് 4 മണിക്കൂർ പാക്കേജ്. വള്ളിയാർ പോകുമ്പോ അവിടെ എന്തെങ്കിലും കാണാനുണ്ടോ? വന്യമൃഗങ്ങൾ അങ്ങനെ എന്തെങ്കിലും കാണാം? വേനൽ സമയത്താണെങ്കിൽ നമുക്ക് കാട്ടുപോത്ത്, ഡീറ്, പിന്നെ പന്നി, കുരങ്ങ്, അങ്ങനെയൊക്കെ ഉള്ള ആന, അങ്ങനെയൊക്കെ ഉള്ള കാണാൻ പറ്റും. മഴ സമയത്ത് ഒന്നും കാണാൻ പറ്റില്ല. മഴ സമയത്ത് നമുക്ക് എപ്പോഴും അകത്ത് വെള്ളവും ആഹാരവും എപ്പോഴും അകത്ത് കിട്ടും. അതുകൊണ്ട് പിന്നെ ഇറങ്ങില്ല, വെളിയിലോട്ട് ഇറങ്ങില്ല. അതുകൊണ്ടാണ് കാണാൻ പറ്റാത്തത്, അല്ലാതെ വേറെ ഒന്നുമില്ല. അപ്പോൾ നെയ്യാർ ഡാമിന്റെ ബാക്ക് സൈഡ് നേരെ കാണുന്നതാണ് നമ്മുടെ DTPCയുടെ ബോട്ടിംഗ് സ്റ്റേഷൻ. അതെ. ഇടത് സൈഡിൽ കാണുന്നതാണ് നമ്മുടെ വനം വകുപ്പിന്റെ ബോട്ടിംഗ് സ്റ്റേഷൻ. നമ്മളെ വനം വകുപ്പിന്റെയാണ് ഈ ഒരു ബോട്ട്. DTPC ഇതുപോലത്തെ സർവീസ് ബോട്ട് ഇല്ലല്ലോ? ഇല്ല. അവർക്ക് ബോട്ടിംഗ് മാത്രമാണ്, ആനുവൽ ഒന്നും കാണാൻ പറ്റത്തില്ല. ഈ കുറച്ച് കാണുന്ന റൗണ്ടിനുള്ളിലുള്ള ബോട്ടിംഗ് മാത്രമേ ഉള്ളൂ DTPCയുടെ. വള്ളിയാറൊന്നും പോകത്തില്ലല്ലോ? ഇല്ല. പോകത്തില്ല. അതിലൂടെ സേഫ് ആയിട്ടുള്ള ഒരു ജേർണിയാണ്. അപകടങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. അങ്ങനെ നിലവിൽ ഇതുവരെയും ഒരു അപകടങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അത് തന്നെ ഒരു ഭാഗ്യമാണ്. അതെ, നമ്മളെ സാർമാരും ബാക്കി നമ്മളും കൂടെ ശ്രദ്ധിച്ചാണ് ബോട്ടിംഗ് ചെയ്യിക്കുന്നത്. ഇത്ര ഈ പരന്നു കിടക്കുന്ന റിസർവോയറിൽ നമുക്ക് ഓരോ റൂട്ട് എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? നമ്മൾ ഓരോ പോകുമ്പോൾ നമ്മൾ ഓരോ ലക്ഷ്യങ്ങളാണ് വെച്ചിരിക്കുന്നത്. ലക്ഷ്യം വെച്ചാണ് പോകുന്നത്. ലക്ഷ്യം വെച്ചാണ് പോകുന്നത്. അല്ലാതെ ഇതിൽ ഗൂഗിൾ മാപ്പോ അങ്ങനെ ഒന്നും ഇല്ല.
അപ്പൊ ലക്ഷ്യം വെച്ച് പോവുകയാണ് എത്തുന്നത്. സ്ഥിരം പിന്നെ ചെയ്യുന്നുണ്ടോ ഈ വാഹനം സ്ഥിരം ചെയ്യുന്നുണ്ട്, നമുക്ക് അറിയാം കറക്റ്റ് ആയിട്ട് അറിയാം. അറിയാം. പിന്നെ അവിടെ ഓരോരോ സ്ഥലങ്ങളില് അറിയാം. പേരുണ്ട്. മുമ്പൊരിക്കൽ ഞാൻ വന്നപ്പോഴേ അപ്പൊ അതുവഴിയല്ലേ കറങ്ങി ഇവിടെ വന്നത്? അതെ അതെ അതെ. അപ്പൊ അതേ വഴിയായിരുന്നു. അത് നമ്മൾ ഇതിലെ വെട്ടിമുറിച്ചാൻ കോണെന്ന് പറയും. വെട്ടിമുറിച്ചാൻ കോൺ വഴിയാണ് വന്നത്. നമ്മളിപ്പോ അങ്ങോട്ട് പോയത് വെട്ടിമുറിച്ചാൻ കോൺ വഴിയാണ്. തിരിച്ചു വന്നത് നമുക്ക് വെട്ടിമുറിച്ചാൻ കോണി ആളെടുത്തിട്ട് ഡാമിന്റെ ബാക്കിൽ കൂടെയാണ് വന്നത്. ഇതൊരു ദ്വീപാണ്. ആ വെട്ടിമുറിച്ചാൻ കോണി ഇരിക്കുന്ന കെട്ടൻ ദ്വീപാണ്. ആ ദ്വീപിനകത്താണ് നമ്മളെ ദ്വീപ് കറങ്ങിയാണ് വന്നത്. ഇത് നമ്മുടെ സുഹൃത്താണ്. അദ്ദേഹമാണ് ഈ അഗസ്ത്യ ബോട്ടിന്റെ സാരഥി. എൻ്റെ പേര് അലക്സാണ്ടർ എന്നാണ്. ഇവിടെ പന്ത നെരുപ്പക്കാരി എന്ന് പറയും സ്ഥലം. ഇവിടെ ഞാൻ ഇപ്പം കയറിയിട്ട് 10 വർഷമായി ജോലി കയറിയിട്ട്. ലേഡീസ് ഇങ്ങനെ വർക്ക് ചെയ്യുന്നു. ഞാൻ എൻ്റെ കൊല്ലത്തും തൃശ്ശൂർ എറണാകുളത്തൊക്കെ ഓടിയിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ ഒരു വേക്കൻസി അങ്ങനെ കയറി. ചെറിയ ബോട്ടും അഗസ്ത്യ ബോട്ടും ചെറിയ സമുദ്രമുണ്ട്, ചിന്താർമണിയുണ്ട്, ജലകനിയുണ്ട്, അതെല്ലാം ഓടും. പിന്നെ ടൂറിസ്റ്റുകൾ വരുമ്പോൾ അതിൻ്റെ രീതിക്കുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്ത് അവർക്ക് വീണ്ടും വന്നാൽ തിരിച്ച് വരാൻ വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്ത് അവർ ചോദിക്കേണ്ട കാര്യങ്ങൾ, ഇല്ലാത്ത കാര്യങ്ങൾ, അറിയാനുള്ള കാര്യങ്ങളെല്ലാം ഡാമിനെ കുറിച്ചും എല്ലാം ഞാൻ പറഞ്ഞു കൊടുക്കും. അഗസ്ത്യ ബോട്ട് നല്ല ബോട്ടാണ്. ഇതുവരെ ഏറ്റവും ഒരു കുഴപ്പം ഉണ്ടായിട്ടില്ല. ഇപ്പോഴും നല്ല ക്ലിയറാണ്. നമ്മളത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുകയാണ്. അതിന് വേറെ കുഴപ്പമൊന്നും ഇതുവരെ സംഭവിച്ചിട്ടില്ല. ഇവിടെയുള്ള വലിയ ബോട്ട് 22 പേർക്ക് യാത്ര ചെയ്യാൻ പറ്റും. 22 പ്ലസ് ഡ്രൈവർ 24 പേർക്ക് യാത്ര ചെയ്യും. 24. അപ്പോൾ നെയ്യാർ ഡാമിലെ അഗസ്ത്യ ബോട്ടിന്റെ കാഴ്ചകൾ, അഗസ്ത്യ ബോട്ടിന്റെ യാത്രയെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിശ്വസിക്കുന്നു. നെയ്യാർ ഡാം കാണാനെത്തുന്നവർ ഈ ബോട്ടിലൊരു റൈഡ് നടത്തുക. 45 മിനിറ്റ് തൊട്ട് 4 മണിക്കൂർ വരെയുള്ള പാക്കേജാണ് ഇവർക്കുള്ളത്. 4 മണിക്കൂർ പാക്കേജ് എന്ന് പറയുമ്പോൾ ഇവിടെ നേരെ ചിങ്ങണ്ണി പാർക്ക്, അത് കോട്ടൂർ എലിഫന്റ് പാർക്ക്, ഇതെല്ലാം കണ്ട് ഈ നെയ്യാറിൻ്റെ അവസാന പോയിന്റായ വള്ളിയാർ വരെ പോയിട്ട് തിരികെ എത്തും. 4 മണിക്കൂറാണ് ആ പാക്കേജ്. പിന്നെ നേരത്തെ കണ്ടതുപോലെ 2 സ്റ്റേഷനിലേക്കും ബോട്ടിലാണ് പോകേണ്ടത്. ഒരിടത്തേക്ക് 45 മിനിറ്റ് റൈഡ്, അടുത്തേക്ക് 20 മിനിറ്റ് റൈഡ്. അപ്പോൾ നെയ്യാർ ഡാമിൽ എത്തുന്നവർ ഉറപ്പായും നമ്മുടെ വനം വകുപ്പിൻ്റെ അഗസ്ത്യ ബോട്ടിൽ യാത്ര ചെയ്യുക. മറ്റൊരു കാഴ്ചയും വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.